ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചെമ്മീൻ കൊച്ചുള്ളി ഫ്രൈ ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് കുറച്ച് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്യാം. അതിലോട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചുമന്ന ഉള്ളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിങ്ങനെ മൂത്ത് വരുമ്പം നമുക്ക് അതും കൂടി ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സായിട്ട് വരുമ്പം അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ചെമ്മീൻ, അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കറിവേപ്പിലയും ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊരു ഓറഞ്ച് കളറാകുമ്പോൾ നമുക്ക് മസാലയും കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മസാല എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് സെൻട്രലായിട്ടൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 1/4 പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു കുറച്ച് സമയം ഒന്ന് കുറുകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല ഗ്രേവി ആവുന്ന വിധത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കൊച്ചുള്ളി ഫ്രൈ റെഡി.